കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കാൻ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ നമുക്കും അങ്ങനെ പറയാം. നമ്മുടെ നാവിന്മേൽ ദൈവത്തിൻ്റെ പുകഴ്ചകളുണ്ടാവണം. ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കുവാൻ നമ്മുടെ നാവിനെ ഉപയോഗിക്കണം. നമ്മുടെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലായിരിക്കണം. അതിലൂടെ വരുന്ന ലാവണ്യത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ താങ്ങുവാൻ കഴിയേണ്ടതിന്, തളർന്നിരിക്കുന്നവനെ താങ്ങുവാൻ കഴിയേണ്ടതിന് ശിഷ്യന്മാരുടെ നാവുകൾ ഈ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനുഷിക ശക്തികളെയും ജയിക്കുന്ന ഒരധികാരം ഇന്ന് പകൽ നമുക്ക് പ്രാപിക്കാൻ ഇടയാവണം. ലോകത്തിൻ്റെ ശക്തികളെ ജയിച്ച ഒരു സ്പിരിച്വൽ അതോറിറ്റി നമ്മുടെ മേൽ നൽകാൻ പരിശുദ്ധാത്മാവിന് കഴിയും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ധൈര്യത്തോടെ പ്രസ്താവിക്കുക, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് കാലഘട്ടത്തിലും വിശ്വാസത്താൽ ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, അഭിഷേകത്തോടെ ജീവിക്കുന്ന, ആത്മാവിൽ മുൻപോട്ട് പോകുന്ന ഒരു സമൂഹത്തെയാണ് പരിശുദ്ധാത്മാവ് തിരയുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, അധികാരമുള്ളവൻ്റെ വാക്ക് ഇന്നും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ താളടിയാകില്ല. അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കും. പ്രിയരെ, കർത്താവിൻ്റെ വരവിങ്കൽ കാണപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ, കർത്താവിനോടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കുമെന്നും എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുമെന്നും ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മുടെ മേൽ എല്ലായ്പ്പോഴും ദൈവം വെളിപ്പെടുത്തും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമായിരിക്കാൻ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആരിലും നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന വല്ലഭനായൊരു ദൈവമുണ്ടാകും, വലിയവനായൊരു ദൈവമുണ്ടാകും. സങ്കടങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിൻ്റെ നടുവിലും നമ്മെ നടത്തുന്ന, ജയത്തോടെ കൊണ്ടുവരുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ പ്രിയരെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവിടെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയുന്ന ദൈവമാണ്. ഈ പ്രഭാതത്തെ സമർപ്പിച്ചിട്ട് പറ, കർത്താവേ, അങ്ങേക്ക് സകലവും കഴിയും. ജീവിതത്തിൻ്റെ എൻഡിൽ ഭാരങ്ങളുടെ പാരമ്യത്തിൽ എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥയിൽ ജീവിതത്തിന് എൻഡ് വന്നു എന്ന് വിചാരിക്കുന്ന അതേ അവസ്ഥയിലാണ് യോബ് വിളിച്ചു പറഞ്ഞത്,
ഹോവ ഇന്നും തിരിച്ചു വരുത്താൻ, വിടുവിക്കാൻ, സഹായിക്കാൻ, സൗഖ്യമാക്കാൻ, അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്താൻ, നഷ്ടപ്പെട്ടു പോയ കണ്ണുകളെ കൂട്ടിച്ചേർക്കാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് അയ്യോ പറഞ്ഞത്. ദൈവം അത് ചെയ്തു കൊടുത്തില്ലേ? നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ഇന്ന് രാത്രി കത്തുമെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ അവിടുത്തെ ആത്മാവ് വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 20-ാം വാക്യം വളരെ സുപരിതമാണല്ലോ. ആ കാലത്ത് മോശ ജനിച്ചു. അവൻ ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. ആ കാലത്ത് മോശ ജനിച്ചു. ഏത് കാലത്ത്? തൊട്ട് മുമ്പത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറെ രാജാവ് മിസ്രയീമിൽ ഭരിച്ചു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു. നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തറിയിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. കാലം മനസ്സിലായി. പിതാക്കന്മാർ പീഡിപ്പിക്കപ്പെട്ട കാലം, പിതാക്കന്മാർ തകർക്കപ്പെട്ട കാലം, പിതാക്കന്മാർ ഒതുക്കപ്പെട്ട കാലം, ഞരങ്ങിയ കാലം, സങ്കടപ്പെട്ട് കരഞ്ഞ കാലം, കഷ്ടതയുടെ തീച്ചൂളയിൽ, വേദനയിൽ, ഞരക്കങ്ങളിലൂടെ പോയ കാലഘട്ടത്തിൽ മോശ ജനിച്ചു. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, അബ്രഹാമിൻ്റെ കാലഘട്ടത്ത് ഉണ്ടായതുപോലെ വലിയ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലുമുണ്ടായി. പക്ഷേ ഇസഹാക്ക് വിതച്ചു, വർദ്ധിച്ചു വന്നു. പ്രിയരെ, കാലഘട്ടം അനുകൂലമല്ലാതിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ, വാഗ്ദത്തത്തെ കൊന്നുകളയാൻ അണിയറയിൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ, നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ, വാഗ്ദത്തമുള്ളതിനെ അതിൻ്റെ നടുവിൽ ജീവിപ്പിക്കുന്ന ദൈവം, അതിൻ്റെ നടുവിൽ വളർത്തുന്ന ദൈവം, നിയമം കൊണ്ടുവന്ന ഇടത്ത് തന്നെ റൈറ്റ് ടൈം വരെ നിർത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ, ദൈവിക അരുളപ്പാട് ലഭിച്ച അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാൻ, അടിമച്ചങ്ങലകളെ പൊട്ടിക്കാൻ, നുകക്കൈകളെ അറക്കാൻ, പീഡിപ്പിക്കുന്ന ശക്തിയുടെ വെല്ലുവിളികളെ തച്ചുടച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തവരെ ഒരു കുടുംബക്കാർക്കും കൂട്ടുകാർക്കും രാജ്യങ്ങൾക്കും നിയമങ്ങൾക്കും ഒതുക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ മോശ ജനിച്ചു. സ്തോത്രം. ദൂത് മനസ്സിലായവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾക്ക് വളരാൻ പറ്റാത്ത സാഹചര്യം, 4 സൈഡിലും എതിർപ്പുകൾ, മുൻപോട്ട് വിടത്തില്ലെന്നുള്ള വാദങ്ങൾ, മുറിക്കകത്ത് ഒളിച്ചു നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. പക്ഷെ അവിടെ ശക്തമായി ഉപയോഗിക്കേണ്ട ചിലതിനെ, ദേശത്ത് പ്രസിദ്ധപ്പെടുത്തേണ്ട ചിലതിനെ, പരസ്യമാക്കേണ്ടതിനെ, അനോയിന്റിംഗ് ഉള്ളതിനെ, ദൈവം അയക്കേണ്ടതിനെ, ദൈവം ഉപയോഗിക്കേണ്ടതിനെ ദൈവം സൂക്ഷിച്ചു നിർത്തുക മാത്രമല്ല, വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ഗൈഡൻസ് ഉണ്ടാകും, ദൈവത്തിൻ്റെ കൃപയുണ്ടാകും, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. ഇന്ന് പകൽ ഞാൻ അഭിഷക്തന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഇടത്ത് പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ, ദൈവസഭയോടും ദൈവമക്കളോടും വിളിച്ചു പറയുന്നു,
നിങ്ങളെ ആ കാലഘട്ടത്തിൽ ദൈവം വളർത്തും. ആർക്കും തൊടാൻ ദൈവം വിട്ടുകൊടുക്കില്ല. രണ്ടാമത്, നിങ്ങളെ തൊടാൻ നിയമം കൊണ്ടുവന്നവൻ്റെ അടുത്ത് പോയി എൻ്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ പറയാനുള്ള ആത്മനിയോഗവും കരുത്തും ഒരു ശക്തിക്ക് നിങ്ങളുടെ നേരെ നിൽക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനോയിൻറ്റിങ്ങും നിങ്ങളുടെ മേൽ പകരാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറ. ഞാനിനി പതറില്ല, ഞാൻ സംശയിക്കില്ല. എങ്ങനെ നിൽക്കും, എങ്ങനെ മുമ്പോട്ട് പോകും, ഞാൻ എന്തു ചെയ്യും? പ്രിയരെ, കാലഘട്ടത്തിനനുസരിച്ച് വാക്കുമാറുന്ന ഒരു ദൈവമല്ല. അതാ ഞാൻ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം ഇസ്ഹാക്കിൻ്റെ കാലത്തുമുണ്ടായി. പക്ഷെ കാലഘട്ടങ്ങളിൽ ധൈര്യത്തോടെ എഴുന്നേൽക്കുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന, അഭിഷേകത്തോടെ ആത്മനിയോഗം ദേശത്ത് വെളിപ്പെടുത്താൻ, കുടുംബങ്ങളിൽ പൈശാചിക മേഖലകളുടെ തേർവാഴ്ചകളെ തച്ചുടയ്ക്കാൻ ഒരു സമൂഹത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ ദൈവം പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഒരു ശക്തിക്കും, ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ തൊടാൻ പറ്റില്ല. നോക്കൂ, എങ്ങനെ വളരും എന്ന് ചിന്തിച്ച ഇടത്ത് ആ ദേശത്തെ അധിപതിയെ കൊണ്ട് 40 വർഷം ദൈവം പോറ്റിച്ചില്ലേ? ചിന്തിക്കാത്ത ഇടത്ത് നിന്ന് ദൈവിക കരുതൽ വെളിപ്പെടുത്തി നിങ്ങളെ നടത്താൻ കഴിവുള്ള ദൈവം. കെരീത്ത് വറ്റട്ട സഹോദരങ്ങളെ, ഇപ്പുറത്ത് നീ ചിന്തിക്കാത്ത ഒരു സരഫത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി കഴിഞ്ഞു. കാരണം നിലനിർത്തേണ്ടതിന് ദൈവം ഏത് കാലഘട്ടത്തിലും വറ്റുന്നതിൻ്റെ നടുവിലും വരളുന്നതിൻ്റെ നടുവിലും ദൈവം നിർത്തുമെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു. അഭിഷേകത്തോടെ ഇന്ന് പകൽ വിളിച്ചു പറ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരും. പ്രതികൂലത്തിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആത്മാവിൽ ശക്തരാകും. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കരുത്ത് പ്രാപിക്കും. യെസ്, ദൈവകൃപയുടെ ആഴങ്ങൾ ഞങ്ങൾ പ്രാപിക്കും. ഈ കാലഘട്ടത്തിൽ ആത്മീയ മൂല്യങ്ങൾ ഞങ്ങൾ പ്രാപിക്കും. കൃപയുടെ ആഴങ്ങളിലേക്ക് ഞങ്ങളെത്തും. സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വളരും. ആത്മീക വളർച്ചയുടെ അഭിഷേകത്തിൻ്റെ നിറവിൻ്റെ ദിവസങ്ങളാണ് കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ അടുത്തു വരുന്നു. എല്ലാ നാമത്തിനും മേലായ നാമത്തിന് സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങുന്ന നാമത്തിന് സ്തോത്രം. എല്ലാ പ്രതിസന്ധികളിലും വളരാൻ ഞങ്ങളെ ഇടയാക്കുന്ന ദൈവത്തിന് സ്തോത്രം. കിറിമുറിക്കാൻ നിൽക്കുന്ന ശക്തിയുടെ മുമ്പാകെ ദൈവാത്മാവിൻ്റെ വലിയ നിയന്ത്രണം ഞങ്ങളുടെ മേൽ ദൈവം നൽകിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് ഇടപെടുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുന്നതിന് സ്തോത്രം. കൃപ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. കാലഘട്ടങ്ങളിൽ വളരുന്ന, പ്രതിസന്ധികളിൽ ശക്തരാകുന്ന, ആത്മബലം പ്രാപിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് തീരാം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.